നിയമപാഠം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിയമപാഠം, നിയമവിജ്ഞാനം സാധാരണക്കാരിലെത്തിക്കാനുള്ള റേഡിയോ ബെൻസിഗറിൻ്റെ ഒരു എളിയ ശ്രമമാണ്. ചുറ്റുപാടും വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിയമത്തിൻ്റെ കടന്നുവരവ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഓരോ വിഷയങ്ങളും നിയമപരമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിയമത്തെ ലളിതമായ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിയമപാഠം. സദാനന്ദനും കൃഷ്ണൻകുട്ടിയും അയൽക്കാരാണ്. സദാനന്ദൻ പോലീസ് ഹെഡ് കോൺസ്റ്റബിളും കൃഷ്ണൻകുട്ടി ഒരു സാധാരണ ബിസിനസ്സുകാരനുമാണ്. ഒരു ചെറിയ കച്ചവടം നടത്തുന്ന ഒരു സാധാരണ ബിസിനസ്സുകാരൻ, അയലത്തുകാരാണ്. അപ്പോൾ സദാനന്ദൻ തൻ്റെ ഡ്യൂട്ടിക്കായിട്ട് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാറുണ്ട്. സദാനന്ദൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും കാര്യവിവരമുള്ള പോലീസുകാരനാണെന്നാണ് വെയ്പ്പ്. പോലീസിൻ്റെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാവുന്ന നിയമം പരിജ്ഞാനം അത്യാവശ്യമുള്ള ഒരു പോലീസുകാരുടെ കൂട്ടത്തിലാണ് സദാനന്ദൻ ഉൾപ്പെടുന്നത്. അയൽക്കാരനായ കൃഷ്ണൻകുട്ടി സാധാരണ ഒരു ചെറുകിട കച്ചവടക്കാരനും. അയൽ വീടായിരുന്നു. ആദ്യ നാളുകളിൽ നല്ല സൗഹൃദ ബന്ധത്തിലായിരുന്നു. ക്രമേണ രണ്ടുപേരുടെയും ഭാര്യമാർ തമ്മിലുള്ള കലഹം ആരംഭിക്കുകയായി. കലഹം വർദ്ധിച്ചു. സദാനന്ദൻ പോലീസുകാരനാണ്. തൻ്റെ പോലീസ് അധികാരം ഉപയോഗിച്ചു പലതവണ കൃഷ്ണൻകുട്ടിയെ പല കേസുകളിൽ പ്രതിയാക്കുവാൻ തുടങ്ങി. വളരെ നിസ്സാരമായിട്ട് പറയുന്നു, പ്രതിയാക്കുവാൻ തുടങ്ങി എന്നുള്ള സംഗതി. എങ്ങനെയാണ് ഈ പ്രതിയാക്കുക എന്നുള്ള പ്രോസസ്സ് രൂപപ്പെടുന്നത്, തൻ്റെ അധികാരം ഉപയോഗിച്ച് സദാനന്ദൻ രൂപപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ചില കേസുകളൊക്കെ വരുമ്പോൾ ആ കേസുകളുടെയൊക്കെ ഭാഗമാക്കി സദാനന്ദൻ കൃഷ്ണൻകുട്ടിയെ തന്ത്രപൂർവ്വം ഉൾപ്പെടുത്തുവാൻ തുടങ്ങി. പലപ്പോഴും സമൻസ് വന്നു തുടങ്ങിയപ്പോഴാണ് കൃഷ്ണൻകുട്ടി കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി തുടങ്ങിയത്. പോലീസുകാരനായ സദാനന്ദൻ, അയൽക്കാരനായ സദാനന്ദൻ തൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് തന്നെ കേസിൽ കുരുക്കുന്നു. പൊതുനിരത്തിൽ മദ്യപിച്ച് ശല്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സമൻസ് വരുന്നു. മറ്റൊരു തരത്തിൽ പൊതുനിരത്തിൽ ശല്യമുണ്ടാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിൽ സമൻസ് വരുന്നു. തുടർച്ചയായി ഇങ്ങനെ പല കേസുകളിലും അദ്ദേഹത്തിൻ്റെ പേരുകളിൽ, ചെറിയ കേസുകളിലും വലിയ കേസുകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് വരാൻ തുടങ്ങിയതോട് കൃഷ്ണൻകുട്ടി പരിഭ്രമിച്ചു. അദ്ദേഹം പോലീസ് ആക്ടിനെക്കുറിച്ച് ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചു. പോലീസിന് ഇങ്ങനെ വ്യക്തിപരമായ വിരോധം തീർക്കുവാൻ തങ്ങളുടെ അധികാരം ഉപയോഗിക്കുവാൻ അർഹതയുണ്ടോ? നമ്മൾ KP ആക്ടിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരള പോലീസ് ആക്ടിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള പോലീസ് നിയമം. ഇന്ത്യയിൽ പോലീസ് സേനയുടെ ക്രമീകരണം, ചുമതലകൾ, അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമമുണ്ടാക്കുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട്. ഈ അധികാരം വിനിയോഗിച്ച് 1960 കേരള സർക്കാർ പാസാക്കിയ നിയമമാണ് കേരള പോലീസ് നിയമം അഥവാ കേരള പോലീസ് ആക്ട്. ഈ നിയമം കേരള സംസ്ഥാനത്തിനകത്ത് മുഴുവൻ ബാധകമാണ്. ഇനി നമുക്ക് പോലീസ് ആരാണെന്ന് ഒന്ന് ശ്രദ്ധിക്കാം. കേരള സംസ്ഥാനത്തിനകത്ത് പോലീസിൻ്റെ കർത്തവ്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും നിയമപ്രകാരം പോലീസാണ്. ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നത് പ്രസക്തമല്ല. കർത്തവ്യം പോലീസിൻ്റേതാണോ അല്ലയോ എന്ന് നോക്കിയാണ് ഒരാൾ പോലീസാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടുന്നത്. പോലീസ് സേനയിലെ ഏതൊരംഗവും ഈ നിയമപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്നാൽ ഇൻസ്പെക്ടറുടെ പദവിക്ക് താഴെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സബോർഡിനേറ്റ് പോലീസായി കണക്കാക്കും. ഇൻസ്പെക്ടർമാരും അതിൽ ഉയർന്ന പദവിയുള്ള ഉദ്യോഗസ്ഥന്മാരും സുപ്പീരിയർ പോലീസാണ്. സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി സംസ്ഥാനത്തിലൊട്ടുക്കുമുള്ള പോലീസ് സേനയുടെ നിയന്ത്രണം പോലീസ് ഡയറക്ടർ ജനറലിനും സർക്കാരിന് യുക്തമെന്ന് തോന്നുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലും നിക്ഷിപ്തമാണ്. ഒരു ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അധികാര അതിർത്തിയിലുള്ള പോലീസ് സൈന്യം ആ മജിസ്ട്രേറ്റിൻ്റെ പൊതുവായ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലും കൂടിയായിരിക്കും. സംസ്ഥാനത്തിനകത്ത് ഒരു വ്യക്തിക്ക് സുരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആവശ്യമെന്ന് കണ്ടാൽ ഈ ആവശ്യം കാണിച്ചുകൊണ്ട് നമുക്ക് ഒരു IG അപേക്ഷ കൊടുക്കാം. അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ജനറലിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വ്യക്തിയുടെ സുരക്ഷയ്ക്കായിട്ട് നിയമിക്കുകയും ചെയ്യാം. പക്ഷേ ഇതിലേക്ക് വേണ്ടി വരുന്ന ചിലവ് അപേക്ഷകൻ വഹിക്കേണ്ടതാണ്. നമ്മൾ
കേരള പോലീസ് ആക്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം.